എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്ത്യയിലെ ഇപ്പം നിലവിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിന് വാങ്ങാൻ പറ്റുന്ന സോളാർ പാനലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ബ്ലാക്ക് സോളാർ പാനൽ? എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞുതരാം. ഇതിന് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ആമസോണിൽ നിന്ന് നമ്മൾ 2 സോളാർ പാനലാണ് ബുക്ക് ചെയ്തത്. മിനിമം 2 സോളാർ പാനൽ ബുക്ക് ചെയ്യണം. അതുപോരാത്തതിന് നല്ല ഫ്രീ ആയിട്ട് ₹1 പോലും സർവീസ് ചാർജ് ഇല്ലാണ്ട് ഡെലിവറി ആയിട്ടുണ്ട്. അതും നല്ല അടിപൊളി വണ്ടിയിൽ നല്ല സേഫ് ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ സാധനം എത്തിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ വീട്ടിലേക്കല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു കമ്പനിക്കാരന് വേണ്ടി വാങ്ങിയതാണ്. അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 550 വാട്ട്സിൻ്റെ സോളാർ പാനൽ വാങ്ങുമ്പോൾ അതിൽ 144 സെല്ല് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ 400 വാട്ട്സിൽ 132 സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 12 സെല്ല് കുറവുണ്ട്. അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷേ എങ്കിൽ ഒരു ചെറിയൊരു സോളാർ സെറ്റപ്പ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് ബാധിക്കില്ല. 400 വാട്ട്സ് മാത്രമല്ല, 550 വാട്ട്സ്, 575 വാട്ട്, അങ്ങനെ പല വാട്ട്സിലും നമുക്ക് സോളാർ പാനൽ ഇന്ന് ആമസോണിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെയൊക്കെ പർച്ചേസ് ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് വാങ്ങാം. ഇത് യാതൊരുവിധ പ്രൊമോഷൻ വീഡിയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു സാധനം വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രൊമോഷൻ വീഡിയോ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കാണുമ്പോഴേ ഫുള്ള് ബ്ലാക്കാണ്, അതുകൊണ്ടാണ് ബ്ലാക്ക് സോളാർ പാനൽ എന്ന് പറയുന്നത്. അതും പോരാത്തതിന് ഇതിൻ്റെ സെല്ല് ശരിക്കും ബ്ലാക്ക് ഒന്നുമല്ല. സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ ഒരു സെല്ല് ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ ഒരു സെല്ലിൻ്റെ ബാക്കിൽ ഈ ഒരു കറുത്ത ഷീറ്റ് ഒട്ടിച്ചുകൊണ്ട് അത് ബ്ലാക്കായിട്ട് തോന്നുന്നതാണ്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അത് 2 കറുത്ത സെല്ലാവാൻ ചാൻസ് കുറവാണ്. ഇനി എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയതാണെന്ന് അറിയില്ല. സൂര്യപ്രകാശം ഈ ഒരു സെല്ലിൽ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഡാർക്ക് നീല കളർ കാണുന്നുണ്ട്. ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കാണുന്നില്ലെങ്കിലും നമ്മൾ കണ്ണും കൊണ്ട് കാണുമ്പോൾ കാണുന്നുണ്ട്. ബാക്ക് സൈഡിൽ ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നുണ്ട്. അത് കയറി വന്നതാവാനും ചാൻസ്. ഷോർട്ട് സർക്യൂട്ട് ആംബിയർ ഇതിനകത്ത് 11.32 കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ക്ലാമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ 12.74 കാണിച്ചു. ക്ലാമീറ്ററിൻ്റെ കംപ്ലൈൻ്റ് അല്ല. കാരണം എൻ്റെ വീട്ടിൽ 550 വാട്ട്സിൽ ഈ സെയിം ക്ലാമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി പറയുന്നതിനേക്കാളും കുറച്ച് കുറവാണ് എനിക്ക് ലഭിച്ചത്. പക്ഷേ ഇവിടെ കമ്പനി പറയുന്നതിനേക്കാളും കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിമേ നല്ല അടിപൊളി പക്ക ഫ്രെയിമാണ്. നല്ല ഒരു കട്ടിയുണ്ട്. അതുപോലെ തന്നെ പാലിൽ നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ അത് വളയുന്ന ആ ഒരു ഫീലും നമുക്ക് ലഭിക്കുന്നില്ല. നല്ലൊരു ബലം അതിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സോളാർ പാനലിൻ്റെ മൊത്തത്തിൽ വരുന്ന വെയിറ്റ് എന്ന് വെച്ചാൽ 22 കിലോയാണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് 2 പേർക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലെ 150 എച്ചിൻ്റെ ഒക്കെ C10 സോളാർ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ 2 വളരെ ഈസി ആയിട്ട് 2 സോളാർ പാനൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു MPPT കൂടെ വെച്ച് കൊടുത്താൽ മതി. പക്കയായിട്ട് സോളാർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു DC കേബിൾ ഏകദേശം 1 മീറ്റർ ഉണ്ട്. 550 വാട്ട്സിലൊക്കെ 1/2 മീറ്റർ കഷ്ടേ ഉള്ളൂ. ഇവിടെ നല്ല അടിപൊളി MC4 കണക്ടറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ ഇതിനായിട്ട് പ്രത്യേകിച്ച് വലിയ പൈപ്പൊന്നും വാങ്ങിയിട്ടില്ല. ആ വീട്ടിൽ കിടന്ന റൗണ്ട് പൈപ്പ് തന്നെ എടുത്തിട്ടാണ് വെൽഡ് ചെയ്തത്. നല്ല കട്ടിയുള്ള റൗണ്ട് പൈപ്പ് വെച്ചാണ് ഈ സാധനം സെറ്റ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വിലക്കുറവൊന്നുമില്ല. പിന്നെ നമ്മൾ നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഒരിക്കലും റൗണ്ട് പൈപ്പിലേ നെറ്റ് ബോൾട്ട് നമ്മൾ ഹോൾ അടിക്കരുത്. ആ കറക്റ്റ് അളവ് നോക്കിയിട്ട് വെൽഡ് ചെയ്ത് സെറ്റാക്കിയിട്ട് ടൈറ്റ് ആക്കിയാൽ മതി. ഇതാണ് നമ്മൾ സോളാർ പാനൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച. ഇവിടെ നമുക്ക് ഒരു നീല കളർ ചെറുതായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നമ്മൾ ക്യാമറ കണ്ട് നോക്കുമ്പോൾ ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. സെല്ലിന് ഒരു ഡാർക്ക് നീല കളറ്, അതാണ് അതിൻ്റെ സെല്ലിൻ്റെ കളറ്. ആ ബാക്കിൽ ആ ഷീറ്റ് ബ്ലാക്ക് ഒട്ടിച്ചുകൊണ്ട് അത് ബ്ലാക്ക് ആയിട്ട് തോന്നുന്നതാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ 12.5, 12.713 കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംബിയർ. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടാണ് ക്ലാമീറ്റർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ MPPT ആശാ പവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഒരു ലോക്കൽ 160 എച്ചിൻ്റെ C10 ബാറ്ററി, ഒരു 600 വീടെ ഇൻവെർട്ടറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആംബിയറോ വോട്ടോ എന്തോ ചെക്ക് ചെയ്ത് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്തെങ്കിലും അങ്ങോട്ട് ചെല്ലണ്ടേ അതിന് പറ്റിയ രീതിയിൽ. ഇവിടെ നമ്മൾ 24 സിസ്റ്റം ആക്കുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം. അതിന് പറ്റിയ ഒരു MPPT ആശാ പവറിനെ സെറ്റാക്കിയിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ആ ഇൻവെർട്ടർ ചേഞ്ച് ചെയ്യണം. കാരണം ഇപ്പോൾ വളരെ ചെറിയൊരു ഇൻവെർട്ടറാണ്. അത് 24ലേക്ക് മാറ്റണം. ഒരു
C10 ബാറ്ററിയോടെ വെക്കണം, അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. എന്തായാലും ഇപ്പം നിലവിൽ നമ്മൾ ചാർജിങ് ആംബിയർ ലിമിറ്റ് ആക്കി കൊടുത്തേക്കാണ് ആശ പവറിൻ്റെ MPPT വെച്ചിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഈ ഒരു സോളാർ പാനൽ നിങ്ങൾ ചെറിയൊരു സോളാർ സെറ്റപ്പ് നിങ്ങളുടെ വീട്ടിൽ ചെറിയ ഒരു സോളാർ ബാറ്ററി 150 Hൻ്റെ 2 ബാറ്ററി ചാർജ് ചെയ്യാം, ആ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഒരു 100 Hൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് ആണെങ്കിലും നല്ല പക്കയായിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടിപൊളിയായിരിക്കും. അതാണ് പറയാനുള്ളത്.